Hi all, welcome to this class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ചാപ്റ്റർ 4 ഫോർമേഷൻ ഓഫ് കമ്പനി ആയിരുന്നു പറഞ്ഞു നിർത്തിയിരുന്നത്. അപ്പോ now we discussed about this another chapter 5 authorities under Companies Act 2013. അതായത് കമ്പനീസ് ആക്ട് 2013 അണ്ടറിൽ വരുന്ന അതോറിറ്റീസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ NCLT ചോദിക്കാനുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ NCLT പറ്റിയിട്ട്. For adjudicating matters relating to Indian companies, the Government of India had constituted National Company Law Tribunal on 1st June 2016 as a quasi-judicial body. ഒരു quasi-judicial body എന്നതിന്റെ ഫോമിൽ നിന്നുകൊണ്ടിട്ട് ജൂൺ 1 2016 നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണല് ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ കമ്പനീസുമായിട്ടുള്ള റിലേറ്റ് ചെയ്ത പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിനായിട്ട് start ചെയ്തത്. Okay. The tribunal disposes disputes under this act, including those relation to compromise, reconstruction, wind-up and arbitration, etc. അതായത് ഈ ട്രൈബ്യൂണൽ എന്ത് തരത്തിലുള്ള കാര്യങ്ങളാണ് ഏറ്റെടുക്കുന്നതെന്നൊക്കെ ഡിസ്പ്യൂട്ട്സ് ആണ്, പലതരത്തിലുള്ള തർക്കങ്ങളെ പരിഹരിക്കുന്ന ഒരു കോർട്ടാണത്. അതായത് കോംപ്രമൈസുമായിട്ട് ബന്ധപ്പെടുത്തിയത്, റീകൺസ്ട്രക്ഷൻ പുനരുദ്ധീകരണവുമായി ബന്ധപ്പെടുത്തിയത്, വൈൻഡിങ് അപ്പ് അതായത് എന്താണ് വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിക്വിഡേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആർബിട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡിസ്പ്യൂട്ട്സ് എല്ലാം തന്നെ പരിഹരിക്കാനായിട്ടുള്ള ഒരു കോർട്ടാണ് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. ഇനി ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. പ്രസിഡന്റ് ഓഫ് NCLT എന്താണ്? നാഷണൽ കോർട്ട് ലോ ട്രൈബ്യൂണൽ ആണ് കേട്ടോ, കമ്പനി ലോ ട്രൈബ്യൂണൽ. President of a NCLT is a person who is or has been judge of High Court for 5 years. 5 വർഷമായിട്ട് ഹൈക്കോടതിയിൽ ഉണ്ടാവുന്ന ജഡ്ജിന് വേണമെങ്കിൽ അതിന്റെ പ്രസിഡന്റ് ആകാം. To be appointed as a judicial member ആയിട്ടാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. The person should be or has been judge of the High Court. ആ വ്യക്തി ആരായിരിക്കണം? ഹൈക്കോടതിയിലെ ജഡ്ജ് ആയിരിക്കണം. Or has been district judge for at least 5 years. അല്ലെങ്കിൽ കുറഞ്ഞത് 5 വർഷമായിട്ടെങ്കിലും ഒരു ഡിസ്ട്രിക്റ്റിലെ ജഡ്ജ് ആയിരിക്കണം. Or at least 10 years has been as an advocate of a court. അല്ലെങ്കിൽ ഒരു കോടതിയിൽ 10 വർഷമായിട്ട് കേസ് ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആരായിരിക്കണം? ഒരു അഡ്വക്കേറ്റ് ആയിരിക്കണം. In order to be appointed as a technical member, അയാളൊരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു മെമ്പർ ആണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഇന്ത്യൻ കോർപ്പറേറ്റ് ലോയിൽ മെമ്പർ ആയിട്ട് അറ്റ്ലീസ്റ്റ് 15 വർഷമെങ്കിലും ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അല്ലെങ്കിൽ അദ്ദേഹം ഒരാരായിരിക്കാം? ഗവൺമെന്റ് ഓഫ് കേരളയുടെ സെക്രട്ടറി ആയിരിക്കാം, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടോ കോസ്റ്റ് അക്കൗണ്ടന്റ് ആയിട്ടോ കമ്പനി സെക്രട്ടറി ആയിട്ടോ പെർഫോം ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് 15 വർഷമായിട്ടെങ്കിലും ഈ റോളുകളെല്ലാം പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും അയാള് NCLTയുടെ പ്രസിഡന്റ് ആണെന്നാണ് പറയുന്നത്. ഇനി സെലക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിക്കേ. ആഫ്റ്റർ കൺസൾട്ടിങ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസിന്റെ കൺസൾട്ടിന് ശേഷം the president of NCLT appointed and its members are appointed on recommendation of the selection committee, including Chief Justice of India or his nominee, Senior Judge Supreme Court, Chief Justice of High Court, Secretary Minister of Corporate Affairs, Secretary Minister of Law and Justice. അപ്പൊ നോക്കിക്കേ, എങ്ങനെയാണ് നോക്കിക്കേ, ചീഫ് ജസ്റ്റിസ് ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസിന്റെ കൺസൾട്ടോട് കൂടെ പ്രസിഡന്റിനെ NCLTയുടെ പ്രസിഡന്റിനെ അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റുള്ള മെമ്പേഴ്സിനെ എല്ലാം അപ്പോയിന്റ് ചെയ്യുന്നത് ആരുടെയൊക്കെ റെക്കമെൻഡേഷൻ കൂടിയാണ്? ഒന്ന് ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചെയർപേഴ്സന്റെയോ, അല്ലെങ്കിൽ സീനിയർ ജഡ്ജ് സുപ്രീം കോടതിയിലെ സീനിയർ ജഡ്ജ്, ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ്, സെക്രട്ടറി ഓഫ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, സെക്രട്ടറി ഓഫ് മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും കൂടി സമ്മതത്തോടു കൂടിയാണ് മറ്റുള്ള മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതെന്നുള്ളതാണ് കേട്ടോ. ടേം ഓഫ് ഓഫീസ് എവിടെയാണ് നോക്കിക്കേ. The term of office is a president of tribunal and its other members of 5 years shall hold office for 5 years from the date of the appointment. അപ്പോയിന്റ്മെന്റ് ലഭിച്ചു കഴിഞ്ഞ ആ ഒരു തീയതി തുടങ്ങി 5 വർഷത്തേക്കാണ് ഒരു ഓഫീസ് അവിടെ സിറ്റുവേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് കേട്ടോ. ഓക്കെ. ഇനി രജിസ്ട്രേഷൻ ആൻഡ് റിമൂവൽ ഓഫ് പ്രസിഡന്റ് ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ് എങ്ങനെയാണ്? അവരുടെ രജിസ്ട്രേഷൻ അല്ല, റിസൈനേഷൻ ആണ് കേട്ടോ. റെസിഗ്നേഷൻ
A written notice of resignation addressed to the central government may be given by the president or other members who have been person duly appointed by the successor of the members joined. ഇപ്പൊ നോക്കിക്കേ, ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് മുമ്പാകെ നമ്മൾ റെസിഗ്നേഷൻ റിട്ടേൺ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഒരു പ്രസിഡന്റിനാണെങ്കിലും മറ്റു മെമ്പേഴ്സിനാണെങ്കിലും ആ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് റിസൈൻ ചെയ്യാനായിട്ടാണെങ്കിലും റിമൂവ് ചെയ്യാനായിട്ടാണെങ്കിലും സാധിക്കത്തുള്ളൂ കേട്ടോ. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് അവര് റിസൈൻ ലെറ്റർ അല്ലെങ്കിൽ റിമൂവൽ ലെറ്റർ കൊടുക്കുന്നത് നോക്കിയേ. ഹി ഹാസ് ബീൻ അഡ്ജഡ്ജഡ് ആസ് എൻ ഇൻസോൾവെന്റ്. അയാളൊരു ഇൻസോൾവെന്റ് ആണെന്ന് നമ്മൾക്ക് തെളിഞ്ഞാല്, അതുപോലെ തന്നെ അയാളൊരു എന്താ പറയാ, അയാളൊരു കുറ്റവാളിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അയാൾ ഫിസിക്കലിയോ മെന്റലിയോ ഇൻകേപ്പബിൾ ആണ്, അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നടത്താനായിട്ട് ഇൻകേപ്പബിൾ ആണെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ അദ്ദേഹം ആക്യൂർ ചെയ്യുന്ന ഫിനാൻഷ്യലോ അല്ലെങ്കിൽ മറ്റ് അസറ്റുകളോ ഹാംഫുൾ ആയിട്ടില്ല, അദ്ദേഹം പെർഫോം ചെയ്യുന്ന ഫംഗ്ഷൻസിന് ഹാംഫുൾ ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, പിന്നെ അദ്ദേഹത്തിന്റെ പൊസിഷനെ അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് അദ്ദേഹത്തിന്റെ പൊസിഷനിൽ നിന്ന് റിസൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഇനി ജുറിഡിക്ഷൻ എന്തൊക്കെ നിയമപരിധികളാണ് ട്രൈബ്യൂണലിന്റെ അണ്ടറിൽ വരുന്നത് നോക്കിക്കേ. ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ മെമ്പേഴ്സിന്റെ രജിസ്റ്ററിൽ എന്തെങ്കിലും റെക്ടിഫിക്കേഷൻസ് നടത്തണമെങ്കിൽ, ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റ്സിൽ ഉണ്ടാകുന്ന മാറ്റം, ഷെയർ ക്യാപിറ്റലിൽ ഉണ്ടാകുന്ന റിഡക്ഷൻ, പ്രിഫറൻഷ്യൽ ഷെയർസ് റിഡംഷൻ ചെയ്യുന്ന സിറ്റുവേഷനിൽ, ഡിബഞ്ചർ ട്രസ്റ്റിക്ക് പെറ്റീഷൻ കൊടുക്കുന്ന കേസിൽ, ഡെപ്പോസിറ്റുകൾ റീപേയ്മെന്റ് ചെയ്യുന്ന കേസിൽ, പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്ന കേസിൽ, ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്ന കേസിൽ, അതുപോലെ ഡയറക്ടേഴ്സിന് എന്തെങ്കിലും ഡിസ്ക്വാളിഫിക്കേഷൻ കണ്ടിട്ടുള്ള കേസിൽ, ഇൻവെസ്റ്റിഗേഷന്റെ സമയത്ത് എംപ്ലോയീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കേസിൽ, അതുപോലെ ക്രെഡിറ്റേഴ്സ് ആയിട്ട് എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യുന്ന കേസിൽ, എന്തെങ്കിലും തരത്തിലുള്ള മിസ്മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ കേസിൽ, കമ്പനിയുടെ നെയിം കമ്പനിയുടെ രജിസ്ട്രാറിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന കേസിൽ, അതുപോലെ തന്നെ റിവൈവൽ ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് സിക്ക് കമ്പനി, അതായത് പെർഫോമൻസ് ചെയ്യാൻ പറ്റാത്ത കമ്പനിനെ റിവൈവ് ചെയ്യുന്ന കേസിൽ, മെർജറിന്റെയും അമാൽഗമേഷൻ നടക്കുന്ന സിറ്റുവേഷനിൽ, കമ്പനിയുടെ വൈൻഡിങ് അപ്പിന്റെ സമയത്ത് ഫ്രോഡുലന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി നടന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കമ്പനിയുടെ ലിക്വിഡേറ്ററിലേക്കുള്ള മണി ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത്, ഇതൊക്കെയാണ് ഒരു ട്രൈബ്യൂണലിന്റെ അണ്ടറിൽ വരുന്ന ജുറിഡിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പവേഴ്സ് ഓഫ് ദി നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ഇമ്പോർട്ടന്റ് ആണ്. നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിന്റെ എന്താണ് പവേഴ്സ് എന്തൊക്കെയാണെന്ന്. ദ പവർ ആസ് എ സിവിൽ കോർട്ട് പോലുള്ള ഒരു പവർ ഉണ്ട്. NCLT ഹാസ് പവർ ടു സിവിൽ കോർട്ട് അണ്ടർ ദി കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ. സിവിൽ പ്രൊസീജിയറിന്റെ കോഡോട് കൂടി ഒരു സിവിൽ കോർട്ടായിട്ട് ആര് പെർഫോം ചെയ്യുന്നുണ്ട്? കമ്പനി ലോ ട്രൈബ്യൂണല് പെർഫോം ചെയ്യുന്നുണ്ട്. അതായത് കമ്പനിയുടെ മെമ്പേഴ്സിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള അഫിഡാവിറ്റ് സത്യപ്രസ്താവനയോട് കൂടി എന്തെങ്കിലും എവിഡൻസ് വാങ്ങിക്കാനായിട്ടാണെങ്കിലും, അവർക്ക് ആവശ്യമുള്ള സമയത്ത് പല ഡോക്യുമെന്റ്സുകൾ ഡിസ്കവർ ചെയ്യാനായിട്ടാണെങ്കിലും, ഡോക്യുമെന്റ്സുകളൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന കേസിലാണെങ്കിലും, എക്സാമിൻ ചെയ്യുന്ന കേസിലാണെങ്കിലും, അതിനുള്ള റൈറ്റ്സ് എല്ലാം തന്നെ ആർക്കുണ്ടെന്നുള്ളതാണ്? നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിന് ഉള്ളെന്നുള്ളതാണ്. എക്സിക്യൂഷൻ ഓഫ് ആൻ ഓർഡർ, ഒരു ഓർഡർ പുറപ്പെടുവിക്കാനുള്ള റൈറ്റ് ഉണ്ട്. പവർ ടു പണിഷ് ഫോർ കണ്ടംപ്റ്റ്, എന്തെങ്കിലും തരത്തിലുള്ള തെറ്റായ രീതിയിലുള്ള ഒരു പ്രവണത കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പണിഷ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. പവർ ടു സീക്ക് അസിസ്റ്റൻസ് ഓഫ് ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്, എന്തെങ്കിലും തരത്തിലുള്ള ഒരു സഹായം ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിൽ നിന്ന് സഹായം അഭ്യർത്ഥിക്കാനുള്ള റൈറ്റും അവർക്കുണ്ട്. അപ്പീൽ ടു അപ്പലേറ്റ് ട്രൈബ്യൂണൽ, അതായത് ഇനി നമ്മളുടെ NCLTക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യമാണെങ്കിൽ അതിന് മുകളിലുള്ള ട്രൈബ്യൂണലിലേക്ക് അപ്പീൽ കൊടുക്കാനുള്ള റൈറ്റും ഉണ്ട്. നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഹാസ് ആൻ അപ്പലേറ്റ് ജുറിഡിക്ഷൻ, അതായത് ഇത്തിരിയും കൂടി മുകളിലുള്ള നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിന് തൊട്ട് മുകളിലുള്ള ഒരു ജുറിഡിക്ഷൻ, ഒരു നിയമപരിധിയാണ് നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഹയസ്റ്റ് ഫോം ദാൻ NCLT-നേക്കാളും മുകളിലെ തട്ടിലുള്ള ഒന്നാണ് NCLAT എന്ന് പറയുന്നത്. അതും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് 1/6/2016 തന്നെയാണ്. ദ അപ്പലേറ്റ് അതോറിറ്റി ഹിയർസ് അപ്പീൽസ് അഗെയിൻസ്റ്റ് ദ ഓർഡർ ഓഫ് NCLT, ദ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി. എന്താണ്? നാഷണൽ ഫിനാൻസിംഗ് റിപ്പോർട്ടിംഗ് അതോറിറ്റിക്ക് മുൻപാകെയും നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിന് മുൻപാകെയും സമർപ്പിച്ച പരാതികൾ അവിടം കൊണ്ട് സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള കോർട്ടിലേക്ക് നമ്മൾ പോകുന്നതാണ് നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് ട്ടോ.
ഇറ്റ് ഹാസ് എ ചെയർപേഴ്സൺ. അവിടെ ആരൊക്കെയാണ് ഉള്ളത്? ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അതല്ലാത്ത 2 മെമ്പേഴ്സും ഉണ്ടായിരിക്കും. ഒന്ന് ജുഡിക്കൽ മെമ്പേഴ്സും 2 ടെക്നിക്കൽ മെമ്പേഴ്സും ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഇതിന്റെ നോട്ടിഫിക്കേഷൻസും ഇതിന്റെ അപ്പോയിന്റ്മെന്റ് എല്ലാം നടക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് മുഖാന്തരമായിരിക്കും. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് എങ്ങനെയാന്ന് നോക്കിക്കേ. NCLAT ചെയർപേഴ്സൺസ് ഷുഡ് ബി ഹാസ് ഓൾ ബി ജഡ്ജ് ഓഫ് ദി സുപ്രീം കോർട്ട്. ഒന്നുമില്ലെങ്കിൽ സുപ്രീം കോർട്ടിലെ ജഡ്ജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കാം. ഇറ്റ്സ് ജുഡീഷ്യൽ മെമ്പർ ഷുഡ് ബി എ പേഴ്സൺ ഹു ഹാസ് ബീൻ ജഡ്ജ് ഓഫ് ദി ഹൈക്കോർട്ട്. ഈ ജുഡീഷ്യൽ മെമ്പർ എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ അത് ഹൈക്കോർട്ടിലെ ജഡ്ജ് ആവാം, അല്ലെങ്കിൽ NCLT-യില് 5 വർഷമായിട്ട് നിലനിന്ന് പോകുന്ന ഒരു ജുഡീഷ്യൽ മെമ്പർ ആകാം. ടെക്നിക്കൽ മെമ്പർ ഇസ് എ പേഴ്സൺ ഹു പ്രൂവ് ദി എബിലിറ്റി ഓഫ് ഇന്റഗ്രിറ്റി ഹാവിംഗ് സ്പെഷ്യൽ നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് നോട്ട് ലെസ് ദാൻ 25 years ഇൻ ദ ഫീൽഡ് ഓഫ് ലോ. നിയമത്തിന്റെ ഫീൽഡില്, അതായത് നിയമത്തിന്റെ പരിധിയിൽ 25 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസും ഒരു നോളജും ഉള്ള ഒരു വ്യക്തിയായിരിക്കും ആരെന്ന് പറയുന്നത് ടെക്നിക്കൽ മെമ്പർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഇൻഡസ്ട്രിയൽ ഫിനാൻസിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റിലോ ഇൻഡസ്ട്രിയൽ റെക്കൺസ്ട്രക്ഷനിലോ എന്തുണ്ടായിരിക്കണം? 25 വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസും നോളജും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് സെലക്ഷൻ നടക്കുന്നത്? The chairperson and the members of NCLAT selected in the same manner of the chairperson member of the NCLT selected. NCLT-യിലെ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എങ്ങനെയാണോ ചെയർപേഴ്സണെയും മെമ്പറേയും സെലക്ട് ചെയ്യുന്നത്, സെയിം കേസ് പോലെ തന്നെയാണ് NCLAT-യിലും ചെയർപേഴ്സണെയും മെമ്പേഴ്സിനെയും സെലക്ട് ചെയ്യുന്നത്. ടേം ഓഫ് ഓഫീസ് എങ്ങനെയാന്ന് നോക്കിക്കേ. Chairperson as well as the member of NCLAT can hold office for 5 years from the date of taking charge. They can may be reappointed for another term of 5 years. 5 വർഷത്തേക്ക് ആയിരിക്കും NCLAT-യിലേക്ക് മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് റീഅപ്പോയിന്റ്മെന്റ് നടക്കുന്നത്. The chairperson shall hold office the age of 70 years. ചെയർപേഴ്സന്റെ ഏജ് എത്ര വരെയും പോകാം? 70 വയസ്സ് വരെയും പോകാം. മെമ്പേഴ്സിന്റെ ഏജ് ആണെങ്കിൽ 67 years വരെ പോകാൻ പാടുള്ളൂ. ഇനി റിസൈനും അതുപോലെ തന്നെ റിമൂവലും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കിക്കേ. ദ പ്രൊവിഷൻ ഇൻ റെസ്പെക്ട് ഓഫ് റിസൈൻ ആൻഡ് റിമൂവൽ ഓഫ് ചെയർപേഴ്സൺ ആൻഡ് മെമ്പേഴ്സ് NCLAT ആർ സെയിം ആസ് ഇൻ കേസ് ഓഫ് ദി ചെയർപേഴ്സൺ മെമ്പേഴ്സ് ഓഫ് ദി NCLT. NCLT-യിൽ എങ്ങനെയാണോ റിമൂവൽ നടക്കുന്നത് ആ സെയിം രീതിയിൽ തന്നെയാണ് NCLAT-യിലും റിമൂവലും റിസൈനേഷനും ഒക്കെ നടക്കുന്നത്. അപ്പീൽ ടു സുപ്രീം കോടതി. ഇനി എപ്പോഴാണ് ആ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്? An aggrieved person, an affected person, ഏത് വ്യക്തിക്കാണോ കേസ് ഫയൽ ചെയ്യുന്നത് ആ വ്യക്തിയാണ് aggrieved person. Aggrieved person can file an appeal to the Supreme Court against in order to NCLAT within a period of 16 days and he has prevented to sufficient cause to file the appeal within 60 days. The period may be extended by another 60 days. NCLAT-യിൽ പരാതി കൊടുത്ത് 60 ദിവസം കഴിഞ്ഞിട്ടും യാതൊരുവിധ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റെസ്പോൺസ് അവരിൽ നിന്നില്ലെങ്കിൽ 60 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് സുപ്രീം കോടതിയിലേക്ക് പരാതി സമർപ്പിക്കാവുന്നതാണെന്നുള്ളതാണ് കേട്ടോ. Mediation and Conciliation Panel. A panel of experts is maintained by the central government is known as Mediation and Conciliation Panel. Mediation and Conciliation Panel എന്ന് പറയുന്നത് എക്സ്പേർട്സിന്റെ ഒരു പാനലാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. The prescribed qualifications and number of such experts decided by the central government. സെൻട്രൽ ഗവൺമെന്റ് എന്താണോ അനുശാസിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷനോട് കൂടിയതായിട്ടുള്ള എക്സ്പേർട്സ് ആയിരിക്കും ഈ പാനലിൽ ഉള്ളത്. During the pendency of any proceedings before the central government, NCLT or NCLAT, the panel mediates between the parties. NCLT-യിലും NCLAT-യിലും ഉള്ള പാനൽ ഉള്ള ആളുകളൊക്കെ തന്നെയായിരിക്കും ഈ പാനലിലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, പവേഴ്സ് ഓഫ് ദി നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ പവേഴ്സ് എന്തൊക്കെയാണ്? സ്പെഷ്യൽ കോർട്സ് നോക്കിക്കേ. ദ സെൻട്രൽ ഗവൺമെന്റ് ഫോർ സ്പീഡിംഗ് അപ്പ് ദി ട്രയൽ ഒഫൻസസ് അണ്ടർ ദി കമ്പനീസ് ആക്ട് ഇൻ മേ ബി നോട്ടിഫിക്കേഷൻ വിത്ത് ഒക്യൂറൻസ് ഓഫ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് എസ്റ്റാബ്ലിഷ് ഓർ ഡെസിഗ്നേറ്റ് സ്പെഷ്യൽ കോർട്സ്. അതായത് സെൻട്രൽ ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സ്പീഡപ്പ് ആയിട്ട് നടത്താൻ വേണ്ടിയിട്ട് കമ്പനീസ് ആക്ട് മുഖാന്തരം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒന്നാണ് സ്പെഷ്യൽ കോർട്സ് എന്ന് പറയുന്നത്. ദീസ് കോർട്ട് വിൽ ബി കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ ജഡ്ജ്. ഈ ഒരു കോർട്ടിൽ സിംഗിൾ ആയിട്ടുള്ള ഒരു ജഡ്ജ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഹു ഹോൾഡ് ഓഫീസ് സെക്ഷൻസ് ജഡ്ജ്, അഡീഷണൽ സെക്ഷൻസ് ജഡ്ജ് ആൻഡ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്, ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തതാണ് എന്തെന്ന് പറയുന്നത് സ്പെഷ്യൽ കോർട്ടിൽ വരുന്നത് കേട്ടോ. അതായത് ഇംപ്രസൺമെന്റും മറ്റു പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതിന് സെഷൻ ജഡ്ജ് ഉണ്ടായിരിക്കും. മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് മറ്റു ഒഫൻസസ് മറ്റു കുറ്റങ്ങളെല്ലാം തന്നെ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും.
ഇനി ജുറിഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫോർ ഒഫൻസസ് അണ്ടർ ദി ആക്ട് ഹാവിംഗ് ഇംപ്രസൺമെന്റ് ഓഫ് 2 years or more ദ സ്പെഷ്യൽ കോഡ്സ്. സ്പെഷ്യൽ കോഡ്സ് വഴിയായിട്ട് കുറ്റവാളികൾക്ക് ലഭിക്കുന്ന തടവെന്ന് പറയുന്നത് 2 വർഷമോ അതിന് മുകളിലോ ആയിരിക്കുന്നതാണ്. ഇൻ റെസ്പെക്ട് ഓഫ് ഓൾ അതർ ഒഫൻസസ്, എല്ലാ ഒഫൻസസിനും വെച്ച് നോക്കുമ്പോൾ ദീസ് വിൽ ബി ട്രൈഡ് ബൈ ദി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ഓർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഇൻ കേസ് ഓഫ് ഹാവിംഗ് ജുഡീഷ്യൻ ടു ട്രൈ എനി ഒഫൻസസ് അണ്ടർ ദിസ് ആക്ട് അണ്ടർ എനി പ്രീവിയസ് കമ്പനിയിലോ. കമ്പനിയിലോ മുഖാന്തരമാണ് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള കുറ്റം ഒരു കുറ്റവാളിയിൽ ഇതാക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നത് സ്പെഷ്യൽ കോർട്ട് മുഖാന്തരമായിരിക്കും എന്നുള്ളതാണ്. അപ്പീൽ ആൻഡ് റിവിഷൻ. ഹൈക്കോർട്ട് ക്യാൻ ഹിയർ ദി അപ്പീൽ ആൻഡ് റിവിഷൻ അഗെയിൻസ്റ്റ് ദി ഓർഡർ ഓഫ് ദി സ്പെഷ്യൽ കോർട്ട്. സ്പെഷ്യൽ കോർട്സിൽ നിന്നുള്ള ഓർഡറുകൾ നമ്മൾ സ്വീകരിക്കുന്നത് ഹൈക്കോർട്ടിലായിരിക്കും കേട്ടോ. ഫൈൻസ്. ദ എമൗണ്ട് റിസീവ്ഡ് ആസ് എ ഫൈൻ ഷുഡ് ബി അപ്ലൈഡ് ഫുള്ളി ഓർ പാർഷ്യലി ടുവേർഡ്സ് ദ പേയ്മെന്റ് ഓഫ് കോസ്റ്റ് പ്രൊസീഡിംഗ്സ് ഫോർ ഗിവിംഗ് റിവാർഡ്സ് ടു പേഴ്സൺ who had provided information. ആരാണോ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആ വ്യക്തിക്കായിരിക്കും നമ്മൾ ഒന്നില്ലെങ്കിൽ പകുതിയോ അല്ലെങ്കിൽ അത് മുഴുവനായിട്ടോ കൊടുക്കുന്നത്, റിസീവ് ചെയ്യുന്ന എമൗണ്ട്. ഓക്കെ. ഇനി മറ്റുള്ള അതോറിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ രജിസ്ട്രാർ. നമുക്കറിയാലേ കമ്പനിയുടെ രജിസ്ട്രേഷൻ പ്രോസസ് എല്ലാം പെർഫോം ചെയ്യുന്നത് കമ്പനിയുടെ രജിസ്ട്രാർക്ക് മുൻപിലാണ്. ആ രജിസ്ട്രാർ അഡീഷണൽ ജോയിന്റ് ഡെപ്യൂട്ടി അസിസ്റ്റന്റ് രജിസ്ട്രാർ പെർഫോം ദി രജിസ്ട്രേഷൻ ഓഫ് ദി കമ്പനി ആൻഡ് host other functions under this act. ഇതാ ഈ രജിസ്ട്രാറിൽ നിന്നാണ് നമ്മുടെ കമ്പനിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എല്ലാം ലഭിക്കുന്നത്. റീജിയണൽ ഡയറക്ടേഴ്സ്. ഓരോ പ്രാദേശിക മേഖലയിലും ഉണ്ടാവുന്ന ഡയറക്ടേഴ്സ്. There are 7 directorate of regional directors. അഹമ്മദാബാദ് ഉണ്ട്, ന്യൂഡൽഹി, അതുപോലെ മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഷില്ലോങ്, അതുപോലെ ഹൈദരാബാദ്, ഇവിടെയൊക്കെയാണ് റീജിയണൽ ഡയറക്ടേഴ്സ് ഉള്ളത്. സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇത്രയും റീജിയണൽ ഡയറക്ടേഴ്സിന് പവേഴ്സും ഡ്യൂട്ടീസ് എല്ലാം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടുത്തത് നാഷണൽ ഫിനാൻസിംഗ് റിപ്പോർട്ടിംഗ് അതോറിറ്റി, NFRA. അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അതൊരു അപ്പെക്സ് ബോഡി ആണ്. വേരിയസ് മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു അക്കൗണ്ടിംഗ്, ഓൾ ദോസ് ഫോർമുലേറ്റിംഗ്, മോണിറ്ററിംഗ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. ഈ നാഷണൽ ഫിനാൻസിംഗ് റിപ്പോർട്ടിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിന്റെ ഒക്കെ കാര്യങ്ങൾ, അക്കൗണ്ടിംഗ്, ഫോർമുലേറ്റിംഗ്, അതുപോലെ തന്നെ മോണിറ്ററിംഗ്, ഓഡിറ്റിംഗ്, ബോക്സിന്റെ സ്റ്റാൻഡേർഡ്സ് എല്ലാം തന്നെ പരിശോധിക്കുകയും ഫോർമുലേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ എൻഫോഴ്സ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അപ്പെക്സ് അതോറിറ്റിയാണ് നാഷണൽ ഫിനാൻസ് റിപ്പോർട്ടിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്. ഇതിനൊരു പവർ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സിവിൽ കോർട്ടിന്റെ പവറാണ് ഇതിനുള്ളത്. അതിന് വേണ്ട റെക്കമെൻഡേഷൻസ് എല്ലാം തന്നെ സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കാനായിട്ടും അതുപോലെ തന്നെ ധാരാളം പോളിസികളും പ്രോഗ്രാമുകളും അക്കൗണ്ടിങ്ങിന്റെയും ഓഡിറ്റിങ്ങിന്റെയും റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസും സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അതെല്ലാം കമ്പനീസിനെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാനും എല്ലാം സാധിക്കുന്ന ഒരു ബോഡിയാണ് എന്തെന്ന് പറയുന്നത് നാഷണൽ ഫിനാൻസ് റിപ്പോർട്ടിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്. ഇനി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. അതെന്താണെന്ന് വെച്ചാൽ പേരിൽ തന്നെ ഉണ്ട്. ഫ്രോഡ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനിയിൽ ഫ്രോഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓഫീസാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റ്മെന്റ് ഓഫീസ് എന്ന് പറയുന്നത്. SFIO എന്നാണ് വിളിക്കുന്നത്. അതൊരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ളതാണ്. എക്സ്പേർട്സ് ഫ്രം ഫിനാൻഷ്യൽ സെക്ടേഴ്സിൽ നിന്നും ക്യാപിറ്റൽ മാർക്കറ്റിംഗ് സെക്ടേഴ്സിൽ നിന്നും ഫോറൻസിക്, ഓഡിറ്റ്, ടാക്സേഷൻ, അക്കൗണ്ടിംഗ്, ലോ, IT, കമ്പനി ലോ, കസ്റ്റംസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷനിൽ നിന്നുള്ള എക്സ്പേർട്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഓഫീസാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. കമ്പനിയിൽ നടക്കുന്ന ഫ്രോഡ്സ് എല്ലാം തന്നെ കണ്ടെത്താനായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള അത് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാനും എക്സ്പ്ലനേറ്ററി മാറ്റേഴ്സ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓഫീസാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ 5th ചാപ്റ്ററിൽ പഠിച്ചത്. ഓക്കെ, 5th ചാപ്റ്ററിൽ അപ്പൊ എന്തൊക്കെ അതോറിറ്റീസാ പഠിച്ചത്? NCLT, അതായത് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ. അതിന്റെ മുകളിലുള്ള കോർട്ട് നാഷണൽ കമ്പനി ലോ അപ്പലൈറ്റ് ട്രൈബ്യൂണൽ. പിന്നീട് നമ്മൾ പഠിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ കോഡ്സ് എന്താണ്, പിന്നെ അതർ അതോറിറ്റീസ് ആയിട്ടുള്ള രജിസ്ട്രാർ, അതുപോലെ തന്നെ റീജിയണൽ ഡയറക്ടേഴ്സ്, നാഷണൽ ഫിനാൻസ് റിപ്പോർട്ടിംഗ് അതോറിറ്റി, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. മെയിൻ ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്ററാണ്, ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്തതാണ് മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ. ബ്ലോക്ക് 2 പ്രിൻസിപ്പൽ ഡോക്യുമെന്റ്സിലുള്ള ഫസ്റ്റ് വൺ ആണ് മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കമ്പനിയുടെ ചാർട്ടർ എന്നാണ് പറയുന്നത്. എല്ലാ കമ്പനിയും നിർബന്ധിതമായിട്ടും പ്രിപ്പയർ ചെയ്യേണ്ട ഒന്നാണ് മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. കമ്പനിയുടെ ഒബ്ജക്റ്റീവ്, നെയിം, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഡൊമിസൈൽ, ലയബിലിറ്റി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ക്ലോസ് ആണ്, ഒരു
ഡോക്യുമെന്റ് ആണ് മെമ്മോറാൻഡം എന്ന് പറയുന്നത്. മാഗ്ന കാർട്ട ഓഫ് ദി കമ്പനി എന്നാ പറയുന്നത്. പ്രിലിമിനറി അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡോക്യുമെന്റ് എന്നാണ് മെമ്മോറാൻഡത്തെ വിളിക്കുന്നത്. മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത്. കമ്പനിയും ഔട്ട്സൈഡ് വേൾഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത്. രജിസ്ട്രേഷൻ സമയത്ത് രണ്ട് പേര് സൈൻ ചെയ്ത് സ്റ്റാമ്പ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ രജിസ്ട്രാർക്ക് മുന്നിൽ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്. മെമ്മോറാൻഡം കൂടാതെ കമ്പനിക്ക് യാതൊരുവിധ കാര്യങ്ങളും പെർഫോം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല കേട്ടോ. ഇനി ഈ മെമ്മോറാൻഡത്തെ പറ്റിയിട്ട് ഒരു ഐഡിയ നമുക്ക് ലഭിച്ചത് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി കണ്ടന്റ്സ് ഓഫ് മെമ്മോറാൻഡം. മെമ്മോറാൻഡത്തിൽ എന്തൊക്കെ കണ്ടന്റുകളാണുള്ളത്? ആസ് പെർ സെക്ഷൻ 4 ഓഫ് ദി ആക്ട്, മെമ്മോറാൻഡം ഓഫ് കമ്പനിയിൽ ആദ്യം കൊടുക്കുന്നത് കമ്പനിയുടെ നെയിം ഉണ്ടായിരിക്കും. അതൊരു പബ്ലിക് കമ്പനി ആണെങ്കിൽ ആ കമ്പനിയുടെ പേരിന്റെ അവസാനം ലിമിറ്റഡ് കമ്പനി എന്ന് ചേർക്കണം. പ്രൈവറ്റ് ആണെങ്കിൽ എന്തെന്ന് കാണിക്കണം? പ്രൈവറ്റ് പി ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി കാണിക്കണം. ഇൻ കേസ് ഒ പി സി ആണെങ്കിൽ അതിന്റെ അണ്ടറിൽ ഒ പി സി എന്ന് മെൻഷൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ഓഫീസ് കമ്പനി എവിടെയാണോ സിറ്റുവേറ്റ് ചെയ്യുന്നത്, ആ സിറ്റുവേറ്റ് ചെയ്യുന്ന സ്ഥലം ഏത് സ്റ്റേറ്റ്സിനുള്ളിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് അത് കാണിച്ചിരിക്കണം. അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ പ്രപ്പോസ് ഒബ്ജക്റ്റീവ്, ലോഫുൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആണ് ഒരു കമ്പനിക്ക് ഉണ്ടായിരിക്കേണ്ടത്. ആ ലോഫുൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് മെൻഷൻ ചെയ്തിരിക്കണം. കമ്പനിയുടെ മെമ്പേഴ്സിന്റെ ലയബിലിറ്റി എങ്ങനെയാണ്? ലിമിറ്റഡ് ആണെങ്കിൽ ലിമിറ്റഡ്, അൺലിമിറ്റഡ് ആണെങ്കിൽ അൺലിമിറ്റഡ്, അത് മെൻഷൻ ചെയ്തിരിക്കണം. കമ്പനിക്ക് എത്രത്തോളം ലിമിറ്റഡ് ബൈ ഷെയർസ് ആണ് ഉള്ളത്, എത്രത്തോളം ഷെയർസ് ആണ് ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്, എത്രത്തോളമാണ് അൺപെയ്ഡ് എന്നുള്ളത് കാണിച്ചിരിക്കണം. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെങ്കിൽ എത്രത്തോളം എമൗണ്ട് ആണ് ഓരോ മെമ്പേഴ്സും അണ്ടർടേക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അത് കാണിച്ചിരിക്കണം. കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ കാണിച്ചിരിക്കണം. അതുപോലെ തന്നെ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതുപോലെ നമ്പർ ഓഫ് ഷെയർസ്, ഓരോ സബ്സ്ക്രൈബറും എത്രത്തോളം ഷെയർസ് ആണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിന്റെ അതിന്റെ ഡീറ്റെയിൽസ് കാണിച്ചിരിക്കണം. ഇൻ കേസ് ഒ പി സി ആണെങ്കിൽ, ഒ പി സി എന്ന് പറഞ്ഞാൽ 1% കമ്പനി ആണെങ്കിൽ ആ പേഴ്സന്റെ പേര്, അദ്ദേഹത്തിന്റെ എന്താണ് സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ അയാളുടെ പേര്, കമ്പനിയുടെ പേര്, ഇതെല്ലാം തന്നെ മെൻഷൻ ചെയ്തിരിക്കണം. ഇനി കമ്പനിയുടെ നെയിം ക്ലോസ്, ഫസ്റ്റത്തെ ക്ലോസ് ആണ് നെയിം ക്ലോസ് എന്ന് പറയുന്നത്. അതിലെന്താണ് മെൻഷൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ പേരാണ് മെൻഷൻ ചെയ്യേണ്ടത്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഉള്ള കമ്പനി ആണെങ്കിലും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള കമ്പനി ആണെങ്കിലും നെയിമിന്റെ അണ്ടറിലെ അവസാനം ഒന്നുമില്ലെങ്കിൽ ലിമിറ്റഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് എഴുതി കാണിച്ചിരിക്കണം എന്നുള്ളതാണ്. ഒരിക്കലും ഒരു കമ്പനിയുടെ നെയിം മറ്റൊരു കമ്പനിയുടെ പേരായിട്ട് യോജിച്ചതോ ഒരേപോലത്തെ പേരോ അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു കമ്പനിയുടെ പേരോ ഒന്നും തന്നെ ആവാനായിട്ട് പാടില്ല. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു യുണീക്ക് ആയിട്ടുള്ള നെയിം ആയിരിക്കണം കമ്പനിക്ക് ഇടേണ്ടത്. നോ കമ്പനി ഷാൽ ബി രജിസ്റ്റേർഡ് വിത്ത് നെയിം കണ്ടെയ്നിങ്, അതായത് ഒരു കമ്പനി പോലും നെയിം കൂടാതെ രജിസ്റ്റർ ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. എനി വേർഡ് ഓർ എക്സ്പ്രഷൻ വിച്ച് ഈസ് ലൈക്ലി ടു ഗീവ് ഇംപ്രഷൻ ഓഫ് ദി കമ്പനീസ് എനി വേ ടു കണക്റ്റഡ് വിത്ത് പാട്രണേജ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ആയിട്ടോ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിട്ടോ മറ്റു ലോക്കൽ അതോറിറ്റീസുമായിട്ടോ ബന്ധം തോന്നിക്കുന്ന വിധത്തിലുള്ള യാതൊരുവിധ വേർഡോ എക്സ്പ്രഷനോ ഒന്നും തന്നെ കമ്പനിയുടെ പേരിൽ ആഡ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ. അൺഡിസൈറബിൾ നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസൈറബിൾ അല്ലാത്ത നെയിം ഒന്നും തന്നെ ആഡ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ് കേട്ടോ. മറ്റൊരു കമ്പനിയുടെ പേരുമായിട്ട് ഒരിക്കലും ഐഡന്റിറ്റിക്കൽ ആവാനായിട്ട് പാടില്ല. ദ ടൈപ്പ് ഇൻ കേസ് ഓഫ് ലെറ്റേഴ്സ് സ്പേസിംഗ് പങ്ക്ച്വേഷൻ മാർക്ക്. The joining of words is separating the words. Use of different phonetic spellings. Example, MN Enterprises Limited. It's an existing company ആണെങ്കിൽ M&N Industries, EN Industries, M&N Industries are not allowed. MN Enterprises എന്നൊരു കമ്പനി ഉണ്ടെങ്കിൽ അതുമായിട്ട് യോജിച്ച രീതിയിലുള്ള യാതൊരു പേരും കൊടുക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഇന്റർനെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അഡീഷൻസ് ഒന്നും ആഡ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ ജയ്, സെയ്, ന്യൂ, ദ എക്സെട്ര അങ്ങനെയുള്ള വാക്കുകളൊക്കെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കോമ്പിനേഷൻ വേർഡ്സ് ആഡ് ചെയ്യാൻ പാടില്ല. അതായത് ഇനിയിപ്പോ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള എംബ്ലംസ് ഒരുമായിട്ട് ഇതാക്കുന്ന രീതിയിലുള്ള എംബ്ലംസോ മറ്റുള്ളവരുടെ ട്രേഡ് മാർക്സോ അതൊന്നും ആഡ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, കുറെ ഇലാബറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്രയും കാര്യങ്ങളൊന്നും വേണ്ടട്ടാ. അതായത് കുറച്ച് കാര്യങ്ങൾ മതി, ഉള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കാന്നുള്ളതാണ്.
where a foreign company which intended to incorporate a subsidiary company in India, original name of the holding company may be allowed to the addition of World India, Indian state or city, otherwise it's available. Okay. സിമിലർ നെയിം ഒന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ലേ. അതുപോലെ തന്നെ എന്താണ് ഒരാൾ യൂസ് ചെയ്തിരിക്കുന്ന നെയിമിനോട് ചേർന്നിട്ടുള്ളതോ അതുപോലെ തന്നെ എന്താ പറയാ ഈ ട്രേഡ് മാർക്കുകളോ എംബ്ലംസോ ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇനി രജിസ്റ്റേർഡ് ഓഫീസ്, ആ ഒരു നെയിം ക്ലോസ് എന്നുള്ള ഭാഗത്ത് നിന്ന് ആ ഒരു കാര്യങ്ങൾ, ആ കമ്പനിയുടെ പേരിന്റെ മുമ്പിൽ ലിമിറ്റഡ് അങ്ങനത്തെ കാര്യങ്ങള്, അതുപോലെ മറ്റുള്ള കമ്പനികളുടെ പേര്, അതൊന്നും വേണ്ട. അൺഡിസൈറബിൾ ആയിട്ടുള്ള നെയിം എന്തൊക്കെയാണെന്നുള്ള ആ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഈ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസിൽ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ. എവറി കമ്പനി മസ്റ്റ് ഹാവ് എ രജിസ്റ്റേർഡ് ഓഫീസ് വിച്ച് എസ്റ്റാബ്ലിഷ് എ ഡൊമിസൈൽ ക്ലോസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. രജിസ്റ്റേർഡ് ഓഫീസ് ഏത് രാജ്യത്ത് ഏത് സ്റ്റേറ്റ്സിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്ന ആ സ്റ്റേറ്റ്സിന്റെ ഡീറ്റെയിൽസ് ആണ് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നത്. Verification of the registered office. A company must provide verification of its registered office to the ROC. ROC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ ഓഫ് കമ്പനി വിത്തിൻ ഡേയ്സ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷൻ നടക്കുന്ന ദിവസങ്ങളിൽ തന്നെ അത് ഏത് മുൻപാകെ രജിസ്റ്റേർഡ് ഓഫീസ്, അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു ഓഫീസ് ഉണ്ടോ എന്നുള്ളത് പ്രോപ്പർ ആയിട്ട് വെരിഫൈ ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. ഇനി അടുത്താണ് ഒബ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് ക്ലോസ് ഉണ്ടെങ്കിൽ എന്തൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഫുൾ ആയിരിക്കണം. അൺലോഫുൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആണെങ്കിൽ ഇത് എന്താ പറയാ, ഇത് മുന്നോട്ട് പോയില്ല കേട്ടോ. It states very purpose in the incorporation and specify the limit of scope of operations of the company. കമ്പനിയുടെ ഓപ്പറേഷൻസിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. This clause is very significant because the company cannot be outside its stated objects and does not so, and there will be ultra virus of the company, hence void. അപ്പൊ നോക്കിക്കേ, എന്തായാലും ലീഗൽ ആയിട്ടുള്ള രീതിയിലായിരിക്കണം ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഇതാക്കേണ്ടത്. ഒരിക്കലും ഇല്ലീഗലോ ഇമ്മോറലോ ആയിട്ടുള്ള പബ്ലിക്കിന് എതിരായിട്ടുള്ള യാതൊരു ഒബ്ജക്റ്റീവോട് കൂടി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടില്ല. അടുത്തതാണ് ലയബിലിറ്റി ക്ലോസ് എന്ന് പറയുന്നത്. ലയബിലിറ്റി ക്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് റിഫ്ലക്ട് ദി ലയബിലിറ്റി ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ മെമ്പേഴ്സിന്റെ ലയബിലിറ്റി അവിടെ മെൻഷൻ ചെയ്യുന്നത്. അൺലിമിറ്റഡ് ലയബിലിറ്റി ആണെങ്കിൽ അത് മെൻഷൻ ചെയ്തിരിക്കണം. ലിമിറ്റഡ് ലയബിലിറ്റി ആണെങ്കിൽ അത് മെൻഷൻ ചെയ്തിരിക്കണം. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെങ്കിൽ അതും മെൻഷൻ ചെയ്തിരിക്കണം. എത്രത്തോളം അസറ്റുകൾ അല്ലെങ്കിൽ എത്രത്തോളം ഷെയർസ് ആണ് ഒരു ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇനി ക്യാപിറ്റൽ ക്ലോസ് എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ കൈവശമുള്ള കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എപ്രകാരമുള്ളതാണെന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. എത്രത്തോളമാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ, അതിൽ എത്രത്തോളം ഇഷ്യൂഡ് ഉണ്ട്, സബ്സ്ക്രൈബ്ഡ് ഉണ്ട്, ആ ഡീറ്റെയിൽസ് എല്ലാം തന്നെ മെൻഷൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. മെമ്മോറാണ്ടത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് ക്യാപിറ്റൽ ക്ലോസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി കമ്പനിയുടെ ഈ ക്യാപിറ്റൽ ക്ലോസിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതിനേക്കാളും കൂടുതൽ ക്യാപിറ്റൽ ഒരിക്കലും കമ്പനിയിൽ കാണിക്കാനായിട്ടും പാടില്ല. ഇനി അസോസിയേഷൻ ഓഫ് സബ്സ്ക്രിപ്ഷൻ ക്ലോസ് എന്നുണ്ടെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് കമ്പനി ഈസ് ടു ബി സൈൻഡ് അറ്റ്ലീസ്റ്റ് 7 സബ്സ്ക്രൈബേഴ്സ് ഇൻ കേസ് ഓഫ് പബ്ലിക് കമ്പനി. ഒരു പബ്ലിക് കമ്പനിയുടെ കേസ് ആണെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലെ ഒരു 7 പേരെങ്കിലും സൈൻ ചെയ്തിരിക്കണം. അതൊരു പ്രൈവറ്റ് കമ്പനിയുടെ കേസിലാണെങ്കിൽ 2 പേരെങ്കിലും അറ്റ്ലീസ്റ്റ് സൈൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. 1 പേഴ്സൺ കമ്പനിയിലാണെങ്കിൽ ഒരു 1 സബ്സ്ക്രൈബർ മാത്രം സൈൻ ചെയ്താൽ മതി. ഇതിനെയാണ് സബ്സ്ക്രിപ്ഷൻ ക്ലോസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി എന്തെല്ലാം ലോയാണ് മെമ്മോറാണ്ടവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെമ്മോറാണ്ടത്തിൽ ഓരോ സബ്സ്ക്രൈബറും എന്ത് ചെയ്തിരിക്കണം, സൈൻ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ ഒരു വിറ്റ്നസും അറ്റ്ലീസ്റ്റ് ഒരു വിറ്റ്നസ് എങ്കിലും പിന്നെ സൈൻ ചെയ്തിരിക്കണം. പിന്നെ വെച്ചാൽ മെമ്മോറാണ്ടത്തിൽ എന്തായാലും ഓരോ എല്ലാ സബ്സ്ക്രൈബേഴ്സും അറ്റ്ലീസ്റ്റ് 1 ഷെയർ എങ്കിലും ഹോൾഡ് ചെയ്തിരിക്കണം. സബ്സ്ക്രൈബേഴ്സ് മസ്റ്റ് മെൻഷൻ ദി നമ്പർ ഓഫ് ഷെയർസ് ടേക്കൺ അഗെയിൻസ്റ്റ് ഹിസ് നെയിം. അതെ, അവരുടെ പേരിൽ എത്രത്തോളം ഷെയർസ് ആണ് ഓരോ സബ്സ്ക്രൈബേഴ്സ് എടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അടുത്തത് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ് എന്താന്ന് നോക്കിക്കേ. ഒബ്ജക്ട് ക്ലോസ് ഓഫ് മെമ്മോറാണ്ടം ഗീവ്സ് എ ഒബ്ജക്ട് ഓഫ് ദി കമ്പനി ഫോർ അച്ചീവിംഗ് വിത്ത് ദ കമ്പനി ഈസ് ഫോംഡ്. ഒരു കമ്പനി ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയിലൂടെ എന്ത് ഒബ്ജക്റ്റീവ് ആണോ അച്ചീവ് ചെയ്യേണ്ടത് അതിനെയാണ് ഒബ്ജക്ട് ക്ലോസിൽ മെൻഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. ദി ആക്ട് വിൽ ബി കൺസിഡേർഡ് ആസ് അൾട്രാ വൈറസ് ഓഫ് ദി കമ്പനി. ഇത് കമ്പനിയുടെ അൾട്രാ വൈറസ് എന്നാണ് പറയുന്നത്. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാനായിട്ട് പറ്റില്ല. കമ്പനിയുടെ അൾട്രാ വൈറസ് നമുക്ക് ഒരിക്കലും റെക്ടിഫൈ ചെയ്യാനായിട്ട്, ഒരിക്കലും തെറ്റിത്തിരുത്താനായിട്ട് ഒന്നും തന്നെ സാധിക്കത്തില്ല. അൾട്രാ വൈറസ് ആക്ട് ഡു നോട്ട് ബൈൻഡ് ദി കമ്പനി. ഒരിക്കലും കമ്പനിയെ ബൈൻഡ് ചെയ്യുന്ന ഒന്നല്ല അൾട്രാ വൈറസ് എന്ന് പറയുന്നത്. ദി ഡോക്ട്രിൻ മേക്സ് ദി മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി അവെയർ അബൌട്ട് ദി പർപ്പസ് ഫോർ വിച്ച് മണി ക്യാൻ ബി യൂസ്ഡ് ഫോർ ദി കമ്പനി. അതായത് ഡോക്ട്രിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ എല്ലാ മെമ്പേഴ്സും അവെയർ ആയിരിക്കണം നമ്മൾ കൊടുക്കുന്ന പണം, നമ്മൾ ആ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ കമ്പനി യൂട്ടിലൈസ് ചെയ്യുന്നത് അതിൽ നിന്ന് എന്ത് റിട്ടേൺ ആണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ എന്തായിരിക്കണം, നമ്മൾ അവെയർ ആയിരിക്കണം എന്നാണ് പറയുന്നത്.
സച്ച് ആക്ട് ക്യാൻ ബി നോക്കിക്കേ അൾട്രാ വൈറസ് ദി കമ്പനീസ് ആക്ടിന്റെ അൾട്രാ വൈറസ് എങ്ങനെയാന്ന് നോക്കിയേ ആക്ട് പെർഫോംഡ് ബൈ ദി കോൺട്രാറി ടു ദി പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനീസ് ആക്ടിന്റെ പ്രൊവിഷന് നേരെ വിപരീതമായിട്ടാണോ ആക്ട് പെർഫോം ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഇത് എന്തായിരിക്കും വോയിഡ് ആയിട്ട് മാറുന്നുള്ളതാണ്, ഞള്ളായിട്ട് മാറും നമ്മുടെ പെർഫോമൻസ് എന്നുള്ളത്. ഇനി മെമ്മോറാൻഡം ഓഫ് അസോസിയേഷന്റെ അൾട്രാ വൈറസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് ക്ലോസിൽ എന്തായാലും പറഞ്ഞിരിക്കുന്നത് ആ രീതിയിലായിരിക്കണം കമ്പനി മുന്നോട്ട് പോവേണ്ടത് എന്നുള്ളതാണ്. അൾട്രാ വൈറസ് ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ എന്ത് പവേഴ്സ് ആണ് അല്ലെങ്കിൽ ഒരു ഇന്റേണൽ അഫയേഴ്സിനെ പറ്റിയിട്ടാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആ രീതിയിൽ തന്നെയായിരിക്കണം കമ്പനി എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ട് പോവേണ്ടത്. എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ തന്നെ കമ്പനിയുടെ സ്പെഷ്യൽ റെസൊല്യൂഷനിൽ അത് ജനറൽ മീറ്റിംഗിൽ നടത്തുന്ന സ്പെഷ്യൽ റെസൊല്യൂഷനിൽ പാസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. Any act which is ultra virus the company, it is null or void, not enforceable against the company. കമ്പനിക്ക് ഒരിക്കലും മുന്നോട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റൂല അൾട്രാ വൈറസിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ. ഇവൻ ദർ എൻറ്റയർ ബോഡി ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി കമ്പനിയുടെ അകത്ത് വരുന്ന എല്ലാ ഷെയർ ഹോൾഡേഴ്സും ഒത്തൊരുമിച്ചോ ആയിരിക്കണം കമ്പനിയുടെ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ തന്നെ. അത് അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ് അല്ല. അൾട്രാ വൈറസ് എന്നുള്ള പോർഷനിൽ നിന്ന് ആ ഡോക്ടറിൻ ഓഫ് അൾട്രാ വൈറസും എന്തൊക്കെ ആക്ട് ആണെന്നുള്ള കാര്യങ്ങളും പഠിച്ചു വയ്ക്കുക. ഇനി ഓൾട്ടറേഷൻ നടത്തുന്നത്, ചേഞ്ചസ് വരുത്തുന്നത്, ഡിഫറെന്റ് ക്ലോസസിൽ എങ്ങനെയാണ് ചേഞ്ചസ് വരുത്തുന്നതെന്ന്. ചേഞ്ചസ് നെയിം എങ്ങനെയാ ചേഞ്ച് വരുത്തുന്നത് നോക്കിക്കേ. നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ കമ്പനിയുടെ ജനറൽ മീറ്റിംഗിൽ വെച്ചിട്ട് പാസ് ചെയ്തിരിക്കണം. അതിൽ റിട്ടൺ അപ്രൂവൽ സെൻട്രൽ ഗവൺമെന്റിൽ നിന്നൊരു റിട്ടൺ അപ്രൂവൽ ലഭിച്ചതിന് ശേഷം മാത്രമാണ് കമ്പനിയുടെ നെയിം നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി ചേഞ്ച് ദി നെയിം ഓഫ് ആൻ ഡയറക്ടർ ഫ്രം ദി സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് അനുമതി ലഭിച്ചതിന് മാത്രമാണ് നമുക്ക് ഡയറക്ടേഴ്സിന്റെ നെയിമും എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ്. ഇനി രജിസ്റ്റേർഡ് ഓഫീസിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ എങ്ങനെയാണ്? ചേഞ്ച് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് ഫ്രം വൺ പ്രിമൈസസ് ടു അനദർ പ്രിമൈസസ് ഇൻ ദി സെയിം സിറ്റി, ടൗൺ ഓർ വില്ലേജ്. അതായത് ആ രജിസ്റ്റേർഡ് ഓഫീസ് സിറ്റുവേറ്റ് ചെയ്യുന്ന സെയിം സിറ്റിയിലോ അല്ലെങ്കിൽ സെയിം ടൗണിലോ സെയിം വില്ലേജിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മളൊന്ന് മാറ്റുന്ന ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മുന്നിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ നമ്മൾ പാസ് ചെയ്തതിന് ശേഷം അത് ROCനെ രജിസ്ട്രാർ ഓഫ് കമ്പനീനെ 15 ദിവസത്തിനുള്ളിൽ ഇൻഫോം ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. അതല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസിനെ ഒരു ടൗണിൽ നിന്ന് മറ്റൊരു ടൗണിലേക്കോ മറ്റൊരു വില്ലേജിൽ നിന്ന് മറ്റൊരു വില്ലേജിലേക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കോ ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളതാണ്. ചേഞ്ച് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കല്ല, സെയിം സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ മാറ്റണമെങ്കിൽ എങ്ങനെയാണ്? ആനുവൽ ജനറൽ മീറ്റിംഗിൽ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. അത് കൺഫേം ആയി റീജിയണൽ ഡയറക്ടർ മുൻപാകെ കൺഫേം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെ അനുമതി ലഭിക്കണം? രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ അനുമതി ലഭിക്കാനായിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ ഫിൽ ചെയ്ത് രജിസ്ട്രാർക്ക് മുന്നിൽ കൊടുക്കണം. 28 ദിവസങ്ങൾക്കുള്ളിലായിരിക്കും അതിനുള്ള അനുമതി ലഭിക്കുന്നത്. ഇനി രജിസ്റ്റേർഡ് ഓഫീസ് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ മെമ്മോറാൻഡത്തിൽ നോ ചേഞ്ച് ഇൻ മെമ്മോറാൻഡം ഈസ് റിക്വയർഡ് ബിക്കോസ് മെമ്മോറാൻഡം ഓൺലി കണ്ടെയ്ൻ നെയിം ഓഫ് ദി സ്റ്റേറ്റ്. നോക്കിക്കേ, മെമ്മോറാൻഡത്തിൽ ചേഞ്ച് വരുത്തേണ്ട കാര്യം ഇല്ല. കാരണം നമ്മുടെ മെമ്മോറാൻഡത്തിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റേറ്റ്സിന്റെ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് തന്നെ അതിൽ ചേഞ്ച് വരുത്തേണ്ട ആവശ്യകത ഇല്ലെന്നുള്ളതാണ്. ഒബ്റ്റെയിനിങ് കൺഫർമേഷൻ ഫ്രം സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് നമ്മൾക്ക് എന്ത് ലഭിക്കണം? കൺഫർമേഷൻ ലഭിക്കണം എന്നുള്ളതാണ്. In order to obtaining confirmation from the central government, the company has to make the application number form INC 23 of the central government along with the prescribed fee and specified documents. സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റ്സും പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഫീയോട് കൂടെ സെൻട്രൽ ഗവൺമെന്റിന് മുൻപാകെ നമ്മളൊരു കൺഫർമേഷൻ ലഭിച്ചാൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള മാറ്റങ്ങളെല്ലാം വരുത്താനായിട്ട് സാധിക്കത്തുള്ളൂ. ഓർഡർ ഫോർ കൺഫർമേഷൻ. സെൻട്രൽ ഗവൺമെന്റ് മേ കൺഫേം ദി ഓൾട്ടറേഷൻ സച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. എന്തെങ്കിലും തരത്തിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഓൾട്ടറേഷൻ വരുത്തണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കൺഫർമേഷൻ കൂടാതെ നമുക്ക് ഒരിക്കലും മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കത്തില്ല. Filling of the order of the central government with the registrar. It is required that a company should be filed a certified copy in order to central government approving alteration with the registrar in the states within period of 13 days. 30 ദിവസത്തിനുള്ളിലാണ് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് അനുമതി ലഭിച്ചു നമുക്ക് എന്ത് മാറ്റാൻ സാധിക്കത്തുള്ളൂ? നമ്മൾക്ക് എന്തെങ്കിലും ഓൾട്ടറേഷൻ എടുത്തണമെങ്കിൽ അത് മാറ്റാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. അടുത്തത് ചേഞ്ച് ഇൻ ഒബ്ജക്റ്റീവ് ക്ലോസ്. ഒബ്ജക്റ്റീവ് ക്ലോസ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? വെൻ ദ കമ്പനി ഹാസ് നോട്ട് ഇഷ്യൂഡ് എസ് എ പ്രോസ്പെക്ടസ്. ഒരു കമ്പനി പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ ഫോർ ചേഞ്ചിങ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ക്ലോസ് നമുക്ക് ഒബ്ജക്റ്റീവ് ക്ലോസിൽ എന്ത് വരുത്താവുന്നതാണ്? മാറ്റം വരുത്താവുന്നതാണ്. ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തുകൊണ്ടിട്ടാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ക്ലോസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? മെമ്മോറാൻഡത്തിൽ വെച്ചിട്ട് ഓൾട്ടറേഷൻ നടത്തുന്നത്. ഇനി
ചേഞ്ച് ഇൻ ലയബിലിറ്റി ക്ലോസ്. ലയബിലിറ്റി ക്ലോസ് എങ്ങനെയാ ചേഞ്ച് വരുത്തുന്നത്? ദ കമ്പനി കനോട്ട് ഇൻക്രീസ് ദ ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് വിത്തൗട്ട് ദി കൺസെന്റ്. അതായത് മറ്റുള്ള മെമ്പേഴ്സിന്റെ കൺസെന്റ് കൂടാതെ നമ്മളുടെ ഒരു ലയബിലിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് വരുത്താവുന്നതാണ്? ലയബിലിറ്റി ക്ലോസിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ലയബിലിറ്റി ക്ലോസിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അത് മെമ്മോറാണ്ടത്തിൽ വരുത്തുന്ന ഓൾട്ടറേഷൻ ആണ് കേട്ടോ. അത് ഒരു റീ രജിസ്ട്രേഷൻ ആണ്. അത് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു കമ്പനിയുടെ ഒരു റീ രജിസ്ട്രേഷൻ ആണ്. വീണ്ടും രജിസ്ട്രേഷൻ നടത്തേണ്ട ഒരു പർപ്പസിലേക്കാണ് അത് നയിക്കുന്നത്. ഇനി ക്യാപിറ്റൽ ക്ലോസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലും ഒരു ഓർഡിനറി റെസൊല്യൂഷൻ എവിടെ വെച്ച് പാസ് ചെയ്യണം? ഒരു ഓർഡിനറി റെസൊല്യൂഷൻ കമ്പനിയുടെ ജനറൽ മീറ്റിംഗിൽ വെച്ചിട്ട് പാസ് ചെയ്യണം. അത് മെമ്മോറാണ്ടത്തിൽ എന്ത് വരുത്തണം? മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതാണ് കേട്ടോ. മെയിൻ ആയിട്ടും ഈ ചാപ്റ്ററിൽ പഠിച്ചിരിക്കേണ്ടത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്താണ്, അതിന്റെ കണ്ടന്റ്സ്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ എന്തൊക്കെയാണ് അതിന്റെ ക്ലോസസ് എന്നാണ് മിക്കവാറും ചോദിക്കാൻ. നെയിം ക്ലോസ്, ഒബ്ജക്റ്റീവ് ക്ലോസ്, ഡൊമിസൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രജിസ്ട്രേഡ് ഓഫീസ് ക്ലോസ്, അതുപോലെ തന്നെ ലയബിലിറ്റി ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്, അസോസിയേഷൻ ക്ലോസ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലോസുകൾ ഉണ്ട്. ഓരോ ക്ലോസുകളുടെയും കാര്യം മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. അതിന്റെ ഓൾട്ടറേഷന്റെ രീതികൾ എങ്ങനെയാണ്, സ്പെഷ്യൽ റെസൊല്യൂഷൻ എവിടെയാണ് പാസ് ചെയ്യേണ്ടത്, മെമ്മോറാണ്ടത്തിൽ എപ്പോഴൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളും കൂടി പഠിച്ചു വെക്കുക. ആകെ 3 കാര്യങ്ങളാണ് കേട്ടോ ഈ ചാപ്റ്ററിൽ നിന്ന് മെയിൻ ആയിട്ടും പഠിക്കാനുള്ളത്. അടുത്ത ഒരു പോർഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്. നമുക്കറിയാം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രിൻസിപ്പൽ ഡോക്യുമെന്റ് ആണ്. അത് റിലേഷൻഷിപ്പ് കാണിക്കുന്ന ആരുമായിട്ടാണ്? കമ്പനിയും കമ്പനിയുടെ ഇന്റേണൽ അഫയേഴ്സ് ഓഫ് മാനേജ്മെന്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ കാണിക്കുന്നത്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മെയിൻ ആയിട്ടും ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. കമ്പനിയുടേതായിട്ടുള്ള ചില പവേഴ്സും ഡ്യൂട്ടീസും ഒക്കെയാണ് അതിൽ മെൻഷൻ ചെയ്യുന്നത്. അതായത് കമ്പനി എങ്ങനെയാണ് കോൾസ് എടുക്കേണ്ടത്, അതുപോലെ ഫോർഫീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യേണ്ടത്, ഷെയർസ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്, ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റ്സ് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്യുന്നത്. രജിസ്ട്രേഷൻ ഓഫ് ആർട്ടിക്കിൾസിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്ന് നോക്കിക്കേ. documents including memorandum of association and articles filed to be with the ROC ക്ക് മുൻപാകെ നമ്മൾ ഫയൽ ചെയ്തിരിക്കണം. In respect of articles മുഖാന്തരം the company has to freedom to adopt all or any of the regulations contained the model articles of ടേബിളിന്റെ മോഡൽ ആർട്ടിക്കിൾസിലാണ് കമ്പനിയുടേതായിട്ടുള്ള കമ്പനിക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്. ടേബിൾ എന്ന് പറയുന്നത് FGHIJ എന്ന് പറയുന്ന ടേബിൾ ആണ് വരുന്നത്. ഷെഡ്യൂൾ 1 ആണ്. ഫസ്റ്റ് ടേബിൾ F എന്ന് പറയുന്നത് മോഡൽ ആർട്ടിക്കിൾ ആണ്. കുറെ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണ് അവിടെ കാണിക്കുന്നത്. ഈ ടേബിൾ G എന്ന് പറയുന്നത് ഒരു മോഡൽ ആർട്ടിക്കിൾസ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണ്. ടേബിൾ H എന്ന് പറയുന്നത് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി നോട്ട് ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ. മറ്റൊരു ഹാവിംഗ് എ ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ഇവിടെ നോട്ട് ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ ആണ്. ടേബിൾ I എന്ന് പറയുന്നത് അൺലിമിറ്റഡ് കമ്പനി ഹാവിംഗ് എ ഷെയർ ക്യാപിറ്റൽ. അൺലിമിറ്റഡ് കമ്പനിയുമായിരിക്കും അതിന് ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിരിക്കും. ടേബിൾ J എന്ന് പറയുന്നത് മോഡൽ ആർട്ടിക്കിൾസ് അൺലിമിറ്റഡ് കമ്പനിയാണ്, നോട്ട് ഹാവിംഗ് എ ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത കമ്പനിയാണ് J എന്ന് പറയുന്നത്. അതൊന്ന് പഠിച്ചിരിക്കേണ്ടതാണ് കേട്ടോ. ഇനി സൈനിങ് ഓഫ് ദി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്തിരിക്കേണ്ടത് ആരൊക്കെയാണുള്ളത്? Each of the subscriber of the memorandum should be signed memorandum and articles of association of a company giving his name, address, description and occupation of the presence at least one witness. ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും അയാളുടെ നെയിം, അഡ്രസ്സ്, അയാളെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ, ഒക്യുപ്പേഷൻ, മറ്റു ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തുകൊണ്ടിട്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ എന്ത് ചെയ്തിരിക്കണം? സൈൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. In case of any of the subscriber is illiterate persons, his thumb or impression mark should be affixed and impression should be described by the person who written for him. അപ്പൊ നോക്കിക്കേ, ഇനി ഏതെങ്കിലും ഒരു സബ്സ്ക്രൈബർ ഇലിറ്ററേറ്റ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ തമ്പ് ഇംപ്രഷൻ ആണ് അവിടെ കാണിക്കേണ്ടതെന്നുള്ള സൈന് പകരമായിട്ട്. If the subscriber is a body corporate, ഒരു സബ്സ്ക്രൈബർ ബോഡി കോർപ്പറേറ്റ് ആണെങ്കിൽ അദ്ദേഹം എന്താ കാണിക്കേണ്ടത്? സീലാണ് കേട്ടോ കാണിക്കേണ്ടത്. That memorandum and articles have to be signed by a director, officer, employee. The body corporate have been duly authorized a resolution of his board. If a subscriber of an LLP and subscriber in that case of partner of LLP who has been duly authorized by the resolution approved by all partners. എല്ലാ പാർട്ട്നേഴ്സും അപ്രൂവ് ചെയ്തിട്ടുള്ള
എല്ലാ പാർട്ട്നേഴ്സിന്റെയും സിഗ്നേച്ചർ ആണ് അവിടെ കാണിക്കേണ്ടത്. ഇഫ് എ സബ്സ്ക്രൈബർ ഇസ് എ ഫോറിൻ നാഷണൽ ലിവിംഗ് ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ താമസമല്ലാത്ത ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സബ്സ്ക്രൈബർ എങ്കിൽ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനിലും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും റൂൾസ് പ്രകാരം സൈൻ ചെയ്തിരിക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ മെയിൻ ആയിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് പറഞ്ഞിട്ടുള്ളത്. മെയിൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. മെമ്മോറാൻഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൊമിനന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് കമ്പനിയുടെ. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബോർഡിനേറ്റ് ആണ്. അതുപോലെ തന്നെ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ ഓഫ് കമ്പനിയിൽ കമ്പനിയുടെ മെമ്മോറാൻഡത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഒബ്ജക്റ്റീവും പവേഴ്സും ആണെങ്കിൽ ആർട്ടിക്കിൾസിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഫോർ അച്ചീവിംഗ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കമ്പനി, കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ആർട്ടിക്കിൾസിൽ മെൻഷൻ ചെയ്യുന്നത്. മെമ്മോറാൻഡം നമുക്ക് ആൾട്രേഷൻ നടത്താവുന്നതാണ്. ചില സർക്കംസ്റ്റൻസിൽ ആക്ട് പ്രകാരം നമുക്ക് ഓൾട്രേഷൻസ് നടത്താവുന്നതാണ്. ആർട്ടിക്കിൾസിലും ഓൾട്രേഷൻ നടത്താവുന്നതാണ് വേണമെങ്കിൽ. പിന്നെ നമുക്ക് പറയുവാണെങ്കിൽ മെമ്മോറാൻഡത്തിൽ ഡിഫൈൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ ഡീറ്റെയിൽസ്, ക്രെഡിറ്റേഴ്സ്, ഔട്ട്സൈഡ് പബ്ലിക്, ഇവയുടെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ആർട്ടിക്കിൾസിലാണെങ്കിൽ ഇന്റേണൽ റെഗുലേഷൻസ്, അത് റിലേഷൻഷിപ്പ് കാണിക്കുന്നത് കമ്പനിയും കമ്പനിയുടെ അകത്ത് വരുന്ന ഇന്റേണൽ അഫയേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. മെമ്മോറാൻഡം ആണെങ്കിൽ കമ്പനി ടു ഔട്ട്സൈഡ് വേൾഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത്. മെമ്മോറാൻഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രോഡർ കോൺസെപ്റ്റ് ആണ് ആക്ടിവിറ്റീസിനെ സംബന്ധിച്ചിട്ടുള്ളത്. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഗുലേഷൻസ്, ആ ഒരു കമ്പനിയുടെ അകത്തുള്ള ചില റെഗുലേഷൻസ് ആണ് കാണിക്കുന്നത്. കമ്പനിക്ക് മെമ്മോറാൻഡം ഓൾട്ടർ ചെയ്യാവുന്നതാണ്, ചില പ്രൊസീജിയേഴ്സ് കൂടാതെ ഓൾട്ടർ ചെയ്യാവുന്നതാണ്. ആർട്ടിക്കിൾസ് ഓൾട്ടർ ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കണം. അതുപോലെ മെമ്മോറാൻഡം കനോട്ട് ഹാവിംഗ് പ്രൊവിഷൻസ് അണ്ടർ അഗെയിൻസ്റ്റ് കമ്പനീസ് ആക്ട് കൂടാതെ എല്ലാ രീതിയിൽ ഒരു തരത്തിലുള്ള പ്രൊവിഷൻസ് മെമ്മോറാൻഡത്തിൽ ആഡ് ചെയ്യാനായിട്ട് പാടില്ല. അതേസമയം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മെമ്മോറാൻഡവും കമ്പനീസ് ആക്ടും പ്രകാരമുള്ള കാര്യങ്ങളെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ കാണിക്കാനായിട്ട് പാടത്തുള്ളൂ. പിന്നെ മെമ്മോറാൻഡത്തിൽ നമ്മൾ വിളിക്കുന്നത് അൾട്രാ വൈറസ് എന്ന പേരിലാണ് വിളിക്കുന്നത്. അതേസമയം ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ഷൻസ് ബിയോണ്ട് ദി സ്കോപ്പ് ഓഫ് ആർട്ടിക്കിൾസ് ബട്ട് വിത്തിൻ ദി മെമ്മോറാൻഡം, മെമ്മോറാൻഡത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് ആർട്ടിക്കിൾസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഡീൽ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടിയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നുള്ളൂ. ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്, ഇതിൽ കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇത് ലോ ആണ് കേട്ടോ ഈ പേപ്പർ. അതുകൊണ്ട് ആവശ്യമുള്ള കുറച്ച് പോയിന്റ്സ് തെരഞ്ഞെടുത്ത് നമുക്ക് പഠിക്കണം ഇതിൽ നിന്ന്. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കുന്ന പോർഷൻസ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണേ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്താണ്, കാര്യങ്ങൾ എന്താണ്, ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ ഹെഡ് എന്താണ്, അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ രജിസ്ട്രേഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിൽ ആർക്കൊക്കെ സൈൻ ചെയ്യാം, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും മെമ്മോറാൻഡം തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോ ഇന്നെടുത്ത പോർഷൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണേ. അപ്പൊ നാളെ നമുക്ക് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ നോക്കാം. അടുത്തത് പ്രോസ്പെക്ടക്സും കൂടി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഓക്കെ, ഇന്നത്തെ പോർഷൻസ് എല്ലാവർക്കും മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എടുക്കുന്ന പോർഷൻസ് അന്നന്ന് തന്നെ ഒന്ന് വായിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കണേ. ഓക്കെ, നമ്മ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഓൾ.